നമസ്കാരം. ഷിംജിത മുസ്തഫ എന്ന പേര് ഒരു ഞെട്ടലോടെയല്ലാതെ നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഒരു സ്വകാര്യ ബസ്സിൽ കയറി കോഴിക്കോട് ഗോവിന്ദാപുരത്തുള്ള ദീപക് എന്ന ചെറുപ്പക്കാരൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അത് മോശമായി സമൂഹമാധ്യമത്തിൽ പങ്കുവയ്ക്കുകയും അതിൽ മനം നൊന്ത് ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തതുമൊന്നും നമ്മൾ മറന്നിട്ടില്ല. അന്നത് വലിയ കോളിളക്കമുണ്ടാക്കിയിരുന്നു. ദീപകിൻ്റെ അമ്മ പരാതി കൊടുത്തതിനു ശേഷമാണ് പിന്നീട് ഇവൾക്കെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തത്. പിന്നീട് ഇവളെ പോലീസ് അറസ്റ്റ് ചെയ്തു, കോടതി റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു. കുറേ നാൾ ജയിലിലും കിടന്നു. അതിനുശേഷം ജാമ്യത്തിലിറങ്ങിയിട്ട് കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും പോസ്റ്റുകളുമായി സമൂഹ മാധ്യമത്തിൽ സജീവമാകാൻ ശ്രമിച്ചു ഷിംജിത മുസ്തഫ. പക്ഷേ ഷിംജിതയുടെ പോസ്റ്റുകൾക്ക് താഴെ തെറിയുടെ പൂരമാണ് എന്നതാണ് രസം. ഷിംജിത പക്ഷേ ഇതിലൊന്നും തളർന്നില്ല. അവർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിൽ ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്. ഒരു 5 ദിവസം മുൻപാണ് ഈ പോസ്റ്റ് ചെയ്തത്. ഇടയ്ക്കൊക്കെ ചില റിപ്പോർട്ട് ലവേഴ്സ് കാരണമായി ചെറിയ ബ്രേക്സ് കിട്ടാറുണ്ട്. കഥയിൽ ചെറിയ ട്വിസ്റ്റുകൾ ഉണ്ടാകും. ചിലർക്ക് ഇഷ്ടപ്പെട്ടേക്കാം, ചിലർക്ക് അല്ല. പക്ഷേ ഞാൻ എൻ്റെ ട്രാക്കിൽ തന്നെ വേക്കസ് ആൾവേസ് ബിറ്റ്വീൻ ദീസ് പോയിന്റഡ് വാൾസ് ഓഫ് വടകര ഐ സാറ്റ് സ്റ്റിൽ. ഇതാണ് ഷിംജിതയുടെ കുറിപ്പ്. ഇതിനു താഴെയും തെറിയുടെ അഭിഷേകമാണ്. പക്ഷെ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നതാണ് ഷിംജിതയുടെ നിലപാട്. കാരണം അതിനൊന്നും അവർ മറുപടി കൊടുത്തിട്ടില്ല. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഷിംജിതയും ഒരു കുറ്റകൃത്യം ചെയ്തു. ഇപ്പോഴും കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഇടുന്നതൊക്കെ ഷിംജിതയുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഞാൻ എൻ്റെ ട്രാക്കിൽ തന്നെയാണ് എന്ന വാചകങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് കേൾക്കുന്നവർക്ക് തോന്നുന്നത് ഒരു ഭീഷണിയായിട്ടാണ്. ഇനി ഒരാളുടെ ജീവൻ എടുക്കരുത് എന്ന തരത്തിലുള്ള കമൻറ്റുകൾ പോലും ഷിംജിതയുടെ പോസ്റ്റിനു താഴെ വരുന്നുണ്ട്. പഴയ ട്രാക്കിൽ തന്നെയാണെങ്കിൽ പിന്നെ പോലീസിൻ്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. നാട്ടുകാർ തന്നെ അതിനുള്ള പരിഹാരം കണ്ടോളും. ഞാൻ ദീപകിൻ്റെ വീട്ടിൽ പോയതാണ്. അയാളുടെ അച്ഛനമ്മമാരുടെ ദൈന്യത കണ്ടതാണ്. ആ അച്ഛനമ്മമാരുടെ ഒരേ ഒരു മകനായിരുന്നു ദീപക്. അവരുടെ ഒരേ ഒരു ആശ്രയമായിരുന്നു ദീപക്. ആ ദീപകിനെയാണ് ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താൽ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിനു വേണ്ടിയും ഇവൾ കൊന്നുകളഞ്ഞത്. ഷിംജിതയുടെ അറസ്റ്റോടെ ഇത്തരക്കാർ ഒന്ന് ഒതുങ്ങിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും തലപൊക്കിയിട്ടുണ്ട്. സമൂഹ മാധ്യമത്തിലൂടെ വലിയ വെല്ലുവിളികളാണ് ചിലർ നടത്തുന്നത്. ചിലരുടെ ദൃശ്യങ്ങൾ പകർത്തി പുറത്തുവിടുന്നവരുമുണ്ട്. ഇതൊക്കെ കൈകാര്യം ചെയ്യാനാണ് ഇവിടെ നിയമ സംവിധാനമുള്ളത്. പക്ഷേ അതൊന്നും ചിലർക്ക് ബാധകമല്ല. ഇനി അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിഞ്ഞോളും. എന്തായാലും ഷിംജിത വീണ്ടും കളത്തിലിറങ്ങിയ സ്ഥിതിക്ക് ബസ്സിലും മറ്റ് പൊതു ഇടങ്ങളിലുമൊക്കെ പോകുന്ന ചെറുപ്പക്കാർ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്.